ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സ്വർണ്ണപ്പാളിയിലെ കള്ളങ്ങൾ പാളികളായി പൊളിഞ്ഞു വരുമ്പോൾ സഭയിലും തെരുവിലും പ്രതിഷേധം കത്തുകയാണ്. പാളി വിവാദത്തിനിടെ വിളിച്ചെത്തുവരാഞ്ഞ വിവാദകാലത്തെ ദേവസ്വം മന്ത്രി ഇന്ന് സഭയിൽ പ്രതികരണവുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പോറ്റിയുമായി നേർക്കുനേർ ഇരുന്നുള്ള ചർച്ചാചിത്രം പുറത്തുവന്നിട്ടും പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുള്ള ആണത്ത ഘോഷണമായിരുന്നു സഭയിൽ. ഇന്ദ്രചന്ദ്രന്മാർക്ക് തടുക്കാനാകാത്ത ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ഓർമ്മയിലാകണം സഭയിൽ 6 അടി പൊക്കവും നെഞ്ചളവുമില്ലാത്തവർ പ്രതിഷേധിക്കാൻ ഇറങ്ങരുത് എന്ന തോന്നൽ മുഖ്യമന്ത്രിക്ക് വന്നത്. 8 അട്ടിവെച്ചതുപോലെയുള്ള അമ്മാതിരി നാട്ടുവർത്തമാനമൊക്കെ കാലഹരണപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി അറിഞ്ഞു കാണില്ല. രാഷ്ട്രീയ ശരികളിൽ പ്രഭാഷണം നടത്തുന്ന സഭയിലെ പണ്ഡിതരും മൗനത്തിലായിരുന്നു. സഭ കാണാനെത്തിയ കുട്ടികൾക്ക് മുന്നിലെ പ്രതിപക്ഷ പ്രതിഷേധം മാത്രമാണ് സ്പീക്കർക്ക് നാണക്കേടായി തോന്നിയത്. ഡയസിലിറങ്ങുന്നതും വാച്ചാൻപാടുമായുള്ള സംഘർഷവും സഭയിൽ കാണുന്നത് ഇതാദ്യമാണല്ലോ. പോറ്റിയും പോറ്റിക്കൊപ്പമുള്ളവരും ഓരോ ദിവസവും തെളിഞ്ഞു വരുമ്പോൾ ശബരിമലയിലെ സ്വർണം പോയതെങ്ങോട്ട്? പ്രതിപക്ഷ നേതാവ് പറയുന്ന കോടീശ്വരൻ ആരാണ്? ആരാണ് ആ കോടീശ്വരൻ? CPM നിന്നും H. സലാം MLA, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ TK രാജഗോപാൽ, മഹേഷ് പണിക്കർ, ശില്പി എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ H. സലാമിലേക്ക്. ശ്രീ H. സലാം, ഇന്നിപ്പോൾ സഭയിലുണ്ടായ കാര്യങ്ങൾ പിന്നീട് വരാം. പക്ഷേ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഒരു വിവരം പുറത്തേക്ക് വന്നതും അതിന്മേൽ നടപടി ആവശ്യപ്പെട്ടതും കോടതി വഴിയാണ്. കോടതിയുടേതാണ് ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ. അതിനുശേഷമാണല്ലോ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണമടക്കം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രതിപക്ഷത്തിന്റെ തന്ത്രമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന രൂപത്തിലാണോ നിങ്ങൾ അതിനെ നേരിടുന്നത്? സ്മൃതി, ഇതില് സർക്കാരിന്റെ നിലപാടും ദേവസ്വം ബോർഡ് നിലപാടും അത് വളരെ സുവ്യക്തമായി തന്നെ ഇതിനകം തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളീയ സമൂഹവും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. 2 തരത്തിലാണ് പൊതുവായ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നു. 2 ഇത്തരം കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്നപ്പോൾ ആ കോടതിയിലെടുത്ത നിലപാട് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അവർ നടത്തിയ പരിശോധനയും ആ പരിശോധനയുടെ ഭാഗമായ വിവരങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി നിലപാടിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഗവൺമെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയ പോലെ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരാനും കർശനമായ നിലപാട് സ്വീകരിക്കാനും കഴിയണം എന്നതാണ് സർക്കാർ നിലപാട്. ദേവസ്വം ബോർഡും ഏതാണ്ട് ആ തരത്തിലേക്ക് നിലപാട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിലിപ്പോ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ വളരെ വ്യക്തമായ അന്വേഷണം നടത്താൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തോട് സഹകരിക്കാനും ഇപ്പോൾ ഇൻട്രോയിൽ സ്മൃതി ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകളെങ്കിലും മുൻനിർത്തിയിട്ട് ചില കാര്യം പറഞ്ഞല്ലോ, അത് ആരാണ് എന്താണ് എന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉള്ള തെളിവുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കൊടുക്കട്ടെ. അതിൽ ആരൊക്കെ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള വിവരം കൊടുക്കട്ടെ. പക്ഷെ മറിച്ചു വിറ്റു എന്നുള്ള സംശയം കോടതിയിൽ നിന്നല്ലേ ശ്രീ H. സലാം? അത് പ്രതിപക്ഷ നേതാവ് കണ്ടുപിടിക്കേണ്ടതാണോ? അതന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം എന്തടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ ശ്രീ കടകംപള്ളിയെ കൂടി പേര് ചേർത്ത് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട്? അങ്ങനെയെങ്കിൽ നിയമസഭാ അംഗമല്ലേ കടകംപള്ളി സുരേന്ദ്രൻ? പ്രതിപക്ഷ നേതാവ് സഭയിൽ അംഗമല്ലേ? ഒരു സഭയ്ക്കുള്ളിൽ ഒരു അംഗത്തിനെതിരായി ഉന്നയിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ചട്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന കാര്യം ഒരുപക്ഷെ എന്നെക്കാളും കുറച്ചുകൂടി വ്യക്തതയോടുകൂടി എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം നാളെ നിയമസഭയിൽ വരട്ടെ, നിയമസഭയിൽ വന്നിട്ട് അദ്ദേഹം രേഖാമൂലം തന്നെ അല്ലെങ്കിൽ നിയമസഭാ രേഖയുടെ ഭാഗമായി തന്നെ വരട്ടെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ സുവ്യക്തമായിട്ട് ഉന്നയിക്കട്ടെ. എന്തേ സഭയ്ക്ക് അകത്ത് അങ്ങനെ ഉന്നയിക്കാൻ തയ്യാറാവുന്നില്ല? പുറത്തു പോയിട്ട് മീഡിയയ്ക്ക് മുമ്പിലും അതുപോലെ അല്ലെങ്കിൽ പൊതുവോ പ്രസംഗത്തിലും ഏത് തരത്തിലേക്കും പറയാം എന്ന ഒരു സൗകര്യം വെച്ചിട്ടില്ല അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്മൃതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിന്റെ നിയമസഭയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ എന്തെല്ലാം തരത്തിലേക്കുള്ള വേദികളുണ്ട്.
നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ നിയമസഭ പക്ഷിതമാകുന്നു, ഇങ്ങനെ സമരങ്ങൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നു എന്നെല്ലാം പറഞ്ഞല്ലോ. എന്താ ഡിമാൻഡ് എന്ന കാര്യം ആ സഭയിൽ സഭാ നടപടി ചട്ടമനുസരിച്ച് ഏതെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പോ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഭാഗമായിട്ട് പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് ചോദ്യോത്തര വേള ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു മുടക്കുന്നത്, LDF പ്രതിപക്ഷത്തിന്റെ സമയത്തെല്ലാം ചെയ്തിട്ടില്ലേ എന്നാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ പ്രതിപക്ഷം ചോദ്യോത്തര വേള ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡിമാൻഡ് ഉന്നയിക്കുക, ഒരു പ്രശ്നം ഉന്നയിച്ചു, ഒരു ചർച്ചയ്ക്ക് നോട്ടീസ് കൊടുത്തു, അനുവദിച്ചില്ല, അല്ലെങ്കിൽ തൃപ്തികരമായ നിലയിലേക്കുള്ള ഒരു കാര്യം സഭയ്ക്കകത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് ഒരു നിലപാടെടുത്തിട്ടുണ്ടാവും. ഇവിടെ അതാണോ? ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിച്ചു, ഗവൺമെന്റ് ചർച്ചയ്ക്ക് സന്നദ്ധമായില്ല, അതുകൊണ്ടിതാ ഞങ്ങൾ ഈ ചോദ്യത്തിന്റെ ബഹളം ഉണ്ടാക്കുകയാണ് എന്നല്ലല്ലോ. നേരെ വന്ന് ബഹളം തുടങ്ങുകയാണ്. ഒരു നോട്ടീസ് ഉണ്ടോ? ഒരു സബ്മിഷൻ ഉണ്ടോ? ഒരു അടിയന്തരപരമായ നോട്ടീസ് ഉണ്ടോ? അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യം ഉന്നയിച്ച് മന്ത്രിമാർ മറുപടി പറയാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ചോദ്യമൊന്നുമില്ലാതെ നേരെ ബഹളത്തിലേക്ക് കടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അങ്ങനെയാണ് ചില വിഷയങ്ങളിൽ സമീപനം എടുക്കുക. നിങ്ങൾ തെരുവിൽ ദിവസങ്ങളോളം നടത്തിയ സോളാർ കാലത്തെ പ്രതിഷേധം KM മാണിക്കെതിരെ ഉണ്ടായിരുന്ന പ്രതിഷേധമൊക്കെ സഭയിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതിഷേധിച്ചിരുന്നത്? അങ്ങ് പറയൂ. KM മാണിയുടെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ KM മാണിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അന്ന് കോടതിയിലിരിക്കുന്ന വിഷയം പറ്റില്ല എന്ന നിലപാടെടുത്തിട്ടില്ലല്ലോ. സ്മൃതി, ഞാൻ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയൂ. ഏത് കാര്യത്തിലാണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, അത്തരമൊരു സാഹചര്യം ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പ്രതിപക്ഷം ചോദ്യോത്തര വേള അലമ്പാക്കി ഒരു ഉദാഹരണം പറയും? നിങ്ങളുടെ കാലത്ത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? നിങ്ങളുടെ കാലത്ത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്നാണോ? ഏത് കാര്യത്തിലെന്ന് പറയും? അല്ല, കോടതിയിലിരിക്കുന്ന വിഷയം ചർച്ചയ്ക്കെടുക്കാൻ പറ്റില്ല എന്ന ഒരു ദിവസം അതുമെടുത്ത നിലപാടാണ്. കോടതിയിലിരിക്കുന്ന വിഷയമാണ്, ചർച്ചയ്ക്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതേ വിഷയം കഴിഞ്ഞ മാസം 19-ാം തീയതി സഭയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അതിൽ ചർച്ചയാകാമെന്ന് തീരുമാനമെടുക്കുകയും എന്നിട്ട് നോട്ടീസ് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുക. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. സ്മൃതി, ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയും. ഞാൻ അങ്ങനെ വേറെ നിലയിൽ പറയാതെ, ഞാൻ പറഞ്ഞത് ഏത് വിഷയം പ്രതിപക്ഷം ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നാ ചോദിച്ചത്. ഇല്ലെന്നാ ഞാൻ പറയുന്നത്. ഒരു നോട്ടീസ് പോലും ഇല്ലാതെ ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തിയ അനുഭവങ്ങൾ കേരള നിയമസഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തലാണ് ജനാധിപത്യ വിരുദ്ധമായ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നടപടി. ചോദ്യോത്തരവേള എന്ന് പറഞ്ഞാൽ അതാത് മണ്ഡലങ്ങളിൽ ആളുകൾക്ക് ആവശ്യമുള്ള, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലുള്ള വ്യക്തത വരുത്തുകയാണല്ലോ. അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് നോട്ടീസ് നൽകാതെ നേരെ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. സഭാ നടപടികൾ വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു. അത് ശരിയാണോ? ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന അവകാശവാദം ഭരണപക്ഷം നടത്തുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ. കേരളത്തിലെ UDF പ്രതിപക്ഷത്തിൻ്റെ ശക്തിയും തന്ത്രവും എന്താണെന്ന് ഇപ്പോൾ CPM-ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളും അതുപോലെ CPM ഒക്കെ പരിഹസിക്കുകയായിരുന്നു. പ്രതിപക്ഷമുണ്ടോ, സമരം ചെയ്യാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മനസ്സിലായി പ്രതിപക്ഷത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത്. 40-41 പേരല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവരുന്നയിക്കുന്ന വിഷയത്തിന് ജനങ്ങളുടെ പിന്തുണയോടെയുള്ള ശബ്ദമാണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് നിയമസഭയിൽ വ്യക്തമാക്കപ്പെട്ടു. ഇന്ന് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും അടങ്ങിയ സണ്ണി ജോസഫൊക്കെ ഉള്ള പ്രതിപക്ഷം ഇറങ്ങിപ്പോകേണ്ടി വന്നു മുഖ്യമന്ത്രിക്കൊന്ന് എണീറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ. അവിടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഏത് MLA ആണെന്ന് നമുക്കറിയാൻ വയ്യ, കാരണം UDF അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഏതൊരു MLA ആക്ഷേപിച്ചല്ലോ, പൊക്കമില്ലാത്ത ഒരു MLA കുറിച്ച് വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഏത് MLA നമുക്കറിയില്ല. എന്തായാലും എനിക്കിവിടെ ഓർമ്മ വരുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷയാണ്. കുഞ്ഞുണ്ണി മാഷയുടെ 10-60 കവിതകളുണ്ട്. ആ കവിതകൾ എന്തായാലും മുഖ്യമന്ത്രി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഈ പൊക്കമില്ലായ്മയുടെ കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. എന്തായാലും മുഖ്യമന്ത്രി ഇവിടെ പാർട്ടി പറഞ്ഞ എന്താണ്, സഭയിൽ പ്രതിഷേധിക്കണമെങ്കിൽ പൊക്കം വേണം, ആരോഗ്യം ഒത്തതാകണം, അവിടെ ഒരു മൽപ്പിടുത്തത്തിന് വേണ്ട ആരോഗ്യം വേണം, അങ്ങനെ ഇല്ലാത്തവർ അതിലേക്ക് വരരുത് എന്നാണ് പറയുന്നത്. അല്ല, അതായത് നമ്മളിപ്പോൾ ചാനൽ സെറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം മറ്റേ
അല്ല സലാം, ഞാൻ സംസാരിക്കട്ടെ. ശ്രീ സലാം, ഞാൻ സംസാരിക്കട്ടെ. അതായത് പ്രതിപക്ഷം ഉള്ളപ്പോൾ എന്താ പറയാതിരുന്നത്? എങ്ങനെ പ്രതിപക്ഷം ഉണ്ടായിരുന്നേ പൊക്കമാണോ വലുത്, ശബ്ദമാണോ വലുതെന്ന് കാണിച്ചു കൊടുത്തേനെ. പക്ഷേ പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ MLA-മാർ അസംബ്ലിയിലുള്ളപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞില്ല, അവർ ഇറങ്ങിപ്പോയിട്ടില്ലേ പറഞ്ഞേ. അപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നമ്മൾ എന്തായാലും അത് മുഖ്യമന്ത്രിയുടെ ഒരു കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ധർമ്മത്തെക്കുറിച്ച് ശ്രീ സലാമൊക്കെ പറയുമ്പോഴേ, എൻ്റെ സലാമെ ഇപ്പോഴും നിങ്ങൾ ആ കേസ് പിൻവലിക്കാൻ വേണ്ടി നടക്കുകയല്ലേ നിയമസഭ തല്ലിപ്പൊളിച്ചതിൻ്റെ. ഇന്ന് സ്പീക്കർ പറയുന്ന കേട്ട് കുട്ടികൾ കാണുന്നുണ്ടെന്ന്. ഈ കുട്ടികൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. നിയമസഭയിൽ സമരം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ശ്രീ ശിവൻകുട്ടിയുടെ ആ ഒരു ഡയസിന് മുകളിലുള്ള അഭ്യാസ പ്രകടനമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അതൊക്കെ ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം എന്താണെന്ന്, നിയമസഭയിലെ പ്രതിപക്ഷം എന്താണെന്നും പ്രതിപക്ഷ നേതാക്കൾ ആരാണെന്നും ഒക്കെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ബോധ്യപ്പെട്ടു. ഇന്ന് നോക്കൂ, ശ്രീമതി സ്മൃതി ഇന്ന് ആ സമരത്തെ എതിരിടാൻ വേണ്ടി ഇറങ്ങിയ മന്ത്രി ആരാണ്? മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറഞ്ഞത്? മന്ത്രിമാരാരും മുഖ്യമന്ത്രിയെ പരിരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം തന്നെ ഇന്ന് മുന്നിട്ടിറങ്ങി. അപ്പോൾ ഈ CPM-ൽ തന്നെ എല്ലാവർക്കും ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലെന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മുഹമ്മദ് റിയാസ് എന്തിനാണ് എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കണ്ടതാണ്. ഇവിടെ വിഷയം എന്താ വെച്ചാൽ, ശബരിമലയിലത്തെ സ്വർണം അടിച്ചെടുത്തുകൊണ്ട് പോയതല്ലേ? ആ സ്വർണം അടിച്ചെടുത്ത വിഷയത്തിൽ എന്തുകൊണ്ട് CPM-ൻ്റെ മൊത്തത്തിലുള്ള മരവിപ്പ് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ നിയമസഭയിലെ പ്രകടനമൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് സമയം കളയണ്ട. ശബരിമലയിലെ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ സ്വർണം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരവില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണമാണ്. ആ ആരോപണത്തെയാണ് വെല്ലുവിളിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ വിവരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുമാത്രമല്ല, ഒരു നോട്ടീസ് കൊടുക്കാതെ എന്നിവർ പറയുന്നുണ്ടല്ലോ. നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത, എന്നാൽ ഇന്ന് പറഞ്ഞു പോകാം. കാരണം അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ടൊരു നോട്ടീസ് കൊടുത്തപ്പം അന്ന് അത് കോടതിയിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ അവതരണാനുമതി കൊടുക്കാതെ പുറത്ത് മന്ത്രി വാസവനും അതുപോലെ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഇഷ്ടംപോലെ സംസാരിക്കുകയും ചെയ്തു കോടതിയിരിക്കുന്ന വിഷയത്തെക്കുറിച്ച്. അപ്പോൾ നിയമസഭയിലെ പ്രശ്നമുള്ളൂ. കാരണം അവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച കുറേ കാര്യം ചർച്ച ചെയ്യേണ്ടി വരും. അത് ചർച്ച ചെയ്തില്ല, ഒറ്റ മിനിറ്റ് അത് ചർച്ച ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം പ്രമേയത്തിൻ്റെ കാര്യം പോട്ടെ, മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ. ഈ പ്രതിപക്ഷം 2 ദിവസമായിട്ട് ഇങ്ങനെ അസംബ്ലിയിൽ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, അവരുടെ ഭാഷയിൽ ബഹളം, ആ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ സത്യാവസ്ഥ. എന്താ പറയാത്തത്? കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷം പറയുന്നതാണ് ശരി. ഇതിന് ഉത്തരം പറയാൻ CPM-ന് പറ്റില്ല. കാരണം CPM-ന്റെ കയ്യിൽ ആയുധമില്ല. അവരുടെ കയ്യിലുള്ള ആകപ്പാടുള്ള ഒരു ആയുധം ആണത്തം എന്നൊരു വാക്ക് കൂടി അദ്ദേഹം പ്രയോഗിച്ചു. ആണത്തം ഉണ്ടെങ്കിൽ അത് തെളിയിക്കൂ, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകണം. ആര് വനവാസത്തിന് പോകണം? VD സതീശൻ വനവാസത്തിന് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ ഭാഷ അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ ഈ ഭാഷ തന്നെ തിരിച്ചു പ്രയോഗിച്ചാൽ അത് പറയേണ്ടവർ നിയമസഭയിൽ പറയണ്ടേ? നമ്മൾ സാധാരണ ഇതിലെ എല്ലാ ജനങ്ങളും ഒരൊറ്റ മുഖത്തേക്കേ നോക്കുള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ മുഖമാണ്. മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി പുറത്തു പറയാം, അസംബ്ലി പറയാം, എവിടെ അദ്ദേഹം പറയുന്നില്ല. എൻ്റെ നോക്കൂ സ്മൃതി, നമ്മൾ എത്ര ദിവസമായി ചർച്ച ചെയ്യുന്നു ഈ വിഷയം. ഇതുവരെ ഒരു പ്രതികരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായില്ല. നിസ്സാര സംഭവമില്ലല്ലോ. കോടിക്കണക്കിന് രൂപയുടെ ശബരിമലത്തെ സ്വർണം, ആ സ്വർണം പോയത് 1999 മുതൽ ഇവരുടെ കാലത്താണ്. 2019 മുതൽ 2025 വരെ ഭരിച്ചത് ഇവരാണ്. ഇവരാണ് ഉത്തരം പറയേണ്ടത്. പക്ഷേ ഇവർക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കയ്യിലൊന്നുമില്ല. ഇതിന് പറയണമെങ്കിൽ കയ്യിലെന്തെങ്കിലും വേണ്ടേ? കയ്യിലൊന്നുമില്ല. ആകെപ്പാടെയുള്ളത് ഭയമാണ്. ആ ഭയത്തിൽ നിന്നുള്ള മുക്തി ഇവർ ആഗ്രഹിക്കുന്നു. ആ മുക്തി കൊടുക്കാൻ എന്തായാലും പ്രതിപക്ഷത്തിന് പറ്റില്ല, ജനങ്ങൾക്കേ പറ്റുള്ളൂ. ജനങ്ങൾ ആ മുക്തി കൊടുക്കുന്നത് അവരെ പ്രതിപക്ഷം തിരുത്തിക്കൊണ്ടാണ്. അതിനുള്ള സമയം വരും. പക്ഷേ ജനങ്ങളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ സ്വർണവും CPM തമ്മിൽ എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെട്ടു വരുന്നത് എന്നൊരു സംശയം ജനങ്ങളുടെ മുമ്പിലുണ്ട്. ആ സംശയത്തിന് ഒറ്റ ഉത്തരം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് CPM-നെ ചേരാത്ത വിഷയങ്ങളിലേക്ക് CPM പോകരുത്. ദേവസ്വവും ക്ഷേത്രഭരണവും വിശ്വാസവും ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. വോട്ട് കിട്ടാൻ വേണ്ടി അതെല്ലാം മറന്നുകൊണ്ട് അതിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ കൈ പൊള്ളും. അതുകൊണ്ട് ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ CPM-ന് ചേരാത്ത വിഷയങ്ങളെടുത്ത് തലയിൽ വെക്കാൻ പോകരുത്. വോട്ട് കിട്ടാനാണെങ്കിലും അടിതെറ്റി വീഴും എന്നുള്ളതാണ് ശബരിമല വിഷയം മനസ്സിലാക്കുന്നത്.
അല്ല, ഞാൻ വിശ്വാസി അല്ല എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ കോപമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കോപമാണോ അതോ പിടിപ്പുകേടാണോ എന്നുള്ളതൊക്കെ ദിവസവും വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഈ ശബരിമല വിഷയത്തിൽ ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ ഈ ഗവൺമെന്റ് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ എത്രയോ തവണ ചോദ്യോത്തരവേള നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യം 6 തവണ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 6 തവണ എന്നൊരു കണക്ക് അന്നത്തെ പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയെന്നത് സഭയുടെ റെക്കോർഡ്സ് ഉദ്ധരിച്ചാണ് ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനൊന്ന് മഹേഷിലേക്ക് പോവുകയാണ്. ശ്രീ മഹേഷ് പണിക്കർ, ഈ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന പാളികൾ കൊണ്ടുപോയി തിരിച്ചു എത്തിച്ചത് ആ പാളികളല്ല എന്ന് കോടതിയും കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങേക്കും അക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു ശില്പി എന്ന നിലയ്ക്ക് ശബരിമലയിലെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങയുടെ അറിവ് എന്താണ്? ഇതിനകത്ത് ആദ്യം നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്നുണ്ടായിരുന്നു. നമ്മുടെ തന്ത്രി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ വാജിവാഹനം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നും അത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്നും എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ടെക്നിക്കലി വളരെ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ സാധാരണയായിട്ട് മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ മറ്റാൾക്കാരൊക്കെ ഞാൻ പലതും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിലുള്ള ഒരു വിഗ്രഹമാണെങ്കിൽ ഇത് ദഹിപ്പിക്കും. നമ്മളൊരു മൃതശരീരം ദഹിപ്പിക്കുന്ന പോലെ നെയ്യൊക്കെ ഒഴിച്ച് ദഹിപ്പിച്ച് കളയും. ഇനി ശിലയിലുള്ള ഒരു വിഗ്രഹമാണെങ്കിൽ അത് ജലാശയത്തിൽ നദിയുടെയൊക്കെ ഒരുപാട് കയമുള്ളിടത്ത് കയത്തുകൊണ്ട് നിക്ഷേപിച്ച് കളയും. കാര്യം അത് തിരിച്ച് എത്തിയായിരിക്കാൻ വേണ്ടി. ഇനിയും ഇതുപോലെ ലോഹത്തിലുള്ള ഒരു വിഗ്രഹമാണെങ്കിൽ അത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് കലശക്കുടമോ അല്ലെങ്കിൽ എന്താ പറയുക പൂജാപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനത്തെ ദേവന് ഉപയോഗമുള്ള എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള ഒരു വസ്തുവാക്കിയിട്ട് അതിനെ ഉരുക്കി മാറ്റി. ഉരുക്കുമ്പം ലോഹം പുനർജനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ്, കുതിരയുടെ ഷേപ്പ് മാറി അത് മറ്റൊരു ഷേപ്പിലേക്ക് മാറ്റി അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം അതൊരു കീഴ്വഴക്കമാണ്. മീൻസ് അതൊരു അവകാശം. ഞാൻ ഈ തന്ത്രസംശയത്തിലൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ലോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളയാക്കി തന്ത്രി ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഗ്രന്ഥത്തിലുള്ള 1-2 ഏകദേശം ഒരു 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ഉണ്ടായിട്ടുള്ള ചില തന്ത്ര സംശയം കുഴിക്കാട്ട് വെച്ച് അങ്ങനെയൊക്കെയുള്ള പല ഗ്രന്ഥങ്ങളിലും അത് പറയുന്നുണ്ട്. പക്ഷെ പുരാണങ്ങളിൽ നമ്മൾ പഴയ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മളിപ്പോൾ ഗവർണറുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഭരണത്തിന്റെ നേതൃത്വം അദ്ദേഹം എന്ന് പറഞ്ഞാലും അതൊരു ഇതിന്റെ കാര്യമല്ല. യഥാർത്ഥത്തിൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ അമൂല്യമാണ്. അതൊരു നമ്മൾ പണ്ട് താഴെക്കുളം ഇറിഡിയം എന്നൊക്കെ കേൾക്കുന്ന പോലെ ഈ ഇത്രയും നൂറ്റാണ്ട് ശബരിമലയിലെ കൊടിമരത്തിന്റെ മണ്ടയ്ക്കിരുന്നൊരു വാജിവാഹനം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 50 കോടി 100 കോടിയുടെ മേളിലൊക്കെയാണ് അതിന്റെ വില. അപ്പം ആ ഒരു സാധനം അതുപോലത്തെ രീതിയിലുള്ള സമാനമായ രീതിയിലാണ് ഇതിന്റെ വില കൽപ്പിക്കുന്നത്. ഇപ്പം ഈ സ്വർണത്തിന്റെ മൂല്യത്തെ വെച്ചിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇത്ര ഗ്രാം ഉണ്ട്, ഇത്ര കിലോ ഉണ്ട്, അങ്ങനെയാണ് ഈ ചർച്ചകൾ പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഈ പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാം. ഭഗവാന്റെ അതെ 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 ഇതൊരു എനർജി ലെവൽ. അത്ര ആ പരിശുദ്ധമായ സ്ഥലത്ത് ഇത്ര നൂറ്റാണ്ടുകൾ അത്രയും ഉയരത്തിൽ ആ കൊടിമരത്തിന്റെ മണ്ടയ്ക്ക് ഇരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക മൂല്യമാണ്. പഴയ താഴെക്കുടത്തിൻ്റെയൊക്കെ ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ളൂ, ഇറിഡിയമുണ്ട് മറ്റേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പം ഇതിനൊരു പ്രത്യേക ആവശ്യക്കാരുണ്ട്. അവർക്ക് ഇപ്പം ചില പ്രത്യേക പൂജകൾ. മെയിനായിട്ട് സിനിമാക്കാരാണ്, സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസുകളാണ് ഈ വക സാരി. കാര്യം അതൊരു വളരെ ഗാംബ്ലിംഗ് ആണ്. 500,000 കോടിയൊക്കെ മുടക്കുന്ന സിനിമയ്ക്കകത്ത് ഇവർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ഇങ്ങനത്തെ സംഭവം വെച്ചിട്ടുള്ള പൂജകളും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഈ ചില ജ്യോതിഷന്മാരും മറ്റേ ഈ പോറ്റിമാരും ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു അങ്ങനെയാണ് വിശ്വസിപ്പിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഈ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടസ്സമില്ലാതെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ. അതെ 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 തീർച്ചയായിട്ടും അതിനകത്തൊക്കെ നമ്മൾ ഈ അന്വേഷണം ആ വഴിക്കൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷം. കാര്യം അത് അങ്ങനെ തന്നെ പോകണം. കാര്യം ഇത് പല രീതിയിലും ആദ്യം ഡോർ കൊണ്ടുവന്നപ്പോൾ ഉണ്ട്, വാഹനത്തിലുണ്ട്, പിന്നെ ഇതിന്റെ ഈ കട്ടളയുടെ വാളി ഇളക്കിക്കൊണ്ട് പൂജ ചെയ്തപ്പോൾ അവിടെ ഉണ്ട്, പിന്നെ ഈ സാധനം വിഗ്രഹം അദ്ദേഹത്തിന്റെ വീടുകളിലുണ്ട്. അപ്പം ഇതൊക്കെ അവിടെ പല സിനിമാക്കാരും വന്നിട്ടുണ്ട്, തമിഴ് തെലുങ്ക് അങ്ങനത്തെ രീതിയിലുള്ള. അപ്പം ഇതിനൊക്കെ ആ രീതിയിലൊരു മാനമുണ്ട്. ഞാൻ അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും എനിക്കൊരു ആവശ്യമുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിലാണോ അതോ ഏത് കോടീശ്വരന് വിറ്റു എന്നുള്ള ചോദിക്കുന്നുണ്ട്, മറിച്ചു വിറ്റു എന്ന്. അപ്പോൾ കോടീശ്വരം വിറ്റു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തെലുങ്ക് കന്നഡ ഭാഗത്തൊക്കെ ആരെങ്കിലുമുള്ള വ്യവസായികൾ ഈ പറയുന്ന സ്വർണത്തിന് മൂല്യം എന്നതിനപ്പുറം ഭഗവാന്റെ ഭാഗമായി ശബരിമലയിൽ ഉണ്ടായിരുന്ന വിഗ്രഹം എന്ന നിലയ്ക്ക് ഭക്തിയോടുകൂടി വാങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? അങ്ങനെ ഒരു വിൽപ്പന അതിൽ നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആ രീതിയിൽ തന്നെ അത് പോകണ്ട. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം 1 കിലോ സ്വർണ്ണം ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ വില അനുസരിച്ച് ഒരു 80 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ ആ പാളിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 50 കോടി 100 കോടിയൊക്കെയാണ് അതിന്റെ വില. കാര്യം ഞാൻ പറയുന്ന അതിശോക്തിയല്ല. നമ്മളിപ്പം വിജയമല്യയുടെ ഓഫീസിന്റെ ബാക്കിൽ ഇരുന്ന ഒരു ടിപ്പു സുൽത്താന്റെ ഒരു വാളാണ്. അദ്ദേഹം മറ്റേ ബ്രിട്ടനിലുള്ള ഒരു ഓപ്ഷൻ ഹൗസിൽ നിന്ന് അത് മേടിച്ചത് 500 കോടിക്കാണ്.
ഞാൻ പറഞ്ഞ അതാണ് അതിന്റെ ആ ഒരു വാല്യൂ. നമ്മൾ പല ഈ ബ്രിട്ടീഷ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഓപ്ഷൻ നടക്കുന്നതിനകത്ത് മനസ്സിലാക്കിയാലേ അറിയാം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പല രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അവിടെ നമ്മുടെ പണ്ട് ഇതുപോലെ കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതും കോടിക്കണക്കിന് രൂപയും കൊടുത്തിട്ടാണ് ചിലത് രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് അമൂല്യമായ വസ്തുക്കളും അമൂല്യമായ കാര്യങ്ങളുമാണ് ഇത്. ഇതിനകത്ത് ചില പ്രത്യേക ചൈതന്യം അവർ ആരോപിക്കും. ഇത്രയും മനുഷ്യ മനസ്സിന്റെ ഒരു ചൈതന്യം ഈ ലോഹഭാഗങ്ങളിലേക്ക് കയറുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വ്യവസായങ്ങൾ, അതിന്റെ ചില ദല്ലാളുമാർ, അങ്ങനെയൊക്കെയുള്ള വലിയ നമ്മൾ ശബരിമല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രാക്തന ഇത് നമുക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. കാര്യം വെച്ചാൽ നമ്മളൊക്കെ അയ്യോ എന്ന് വിളിക്കുന്നത് പോലും അയ്യപ്പന്റെ ആ ഒരു നാമത്തിൽ ഒരു അപകടം വരുമ്പോഴത്തേക്ക് അയ്യോ എന്ന് വിളിക്കുന്ന, അല്ലെ കാല് തട്ടുമ്പോഴോ പാമ്പിനെ കാണുമ്പോഴോ ഒക്കെ വിളിക്കുന്ന, അത്രയ്ക്ക് നമ്മൾ ലിംഗ്വിസ്റ്റിക്കലി നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു ദൈവവിശ്വാസം. അപ്പം അത് ഇവർക്കൊക്കെ അറിയാം, കറക്റ്റായിട്ട് ഈ പറയുന്ന ദല്ലാളുകൾക്കൊക്കെ അറിയാം. അപ്പം അവര് ആ രീതിയിൽ ഒരു കച്ചവട സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തിയിട്ട് കച്ചവടമൊക്കെ ഉറപ്പിച്ചിട്ടാണ് ഇതൊക്കെ കേടാക്കുന്നതും ഇതിനൊക്കെ ഓരോരോ സാധനങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. എന്തായാലും തന്ത്രിയുടെ വീടിന് ഒരു നല്ല സുരക്ഷ വേണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാട്ടിലും ശില്പമുണ്ടാക്കുന്നതിൽ മാത്രമാണോ പങ്ക്? അങ്ങ് ഒരു അയ്യപ്പ ഭക്തരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ശബരിമലയിൽ പോകാനുള്ള ആൾ കൂടി ആയിരിക്കുമല്ലോ. ഈ പറഞ്ഞതുപോലെ പാളികൾ ഇങ്ങനെ മങ്ങി ചെമ്പ് മാത്രം കാണുന്ന രൂപത്തിലേക്ക് ആയിരുന്നോ യഥാർത്ഥത്തിൽ? ഒരിക്കലും അങ്ങനെ ഈ പറയുന്ന പോലെ മൊത്തത്തിൽ ഇളക്കി കൊണ്ടുപോകേണ്ട ഒരു ഡാമേജും അതിനകത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർ വേറൊരു സാങ്കേതിക വശം വെച്ചാൽ നേരത്തെ ഫോയിലിംഗാണ് ചെയ്തത്. ഈ രണ്ടാമത് ചെയ്തിരിക്കുന്ന പ്ലേറ്റിംഗ് ആണ്. മറ്റേതിനെക്കാട്ടിലും ഒരുപാട് കുറവ് മതി, ഒരുപാട് കുറവ്. അതിന്റെ ഈടുനിൽപ്പ് അത്രയേ ഉള്ളൂ. ഉള്ളിത്തൊലി പോലെ പൊലിച്ചഴിഞ്ഞ് വരും അത്. കാര്യം ഈ പ്ലേറ്റിംഗ് അത്ര സിമ്പിൾ ആയിട്ടുള്ള, വളരെ നമ്മൾ നോർമലി ക്ഷേത്രങ്ങളോ വിഗ്രഹങ്ങളോ അങ്ങനെ മേജർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പ്ലേറ്റിംഗ് ചെയ്യാറില്ല, ഫോയിലിംഗേ ചെയ്യുള്ളൂ. കൊടിമരം ചെയ്യുമ്പോൾ എന്താ പിന്നെ പ്ലേറ്റ് ചെയ്ത് വെച്ചാൽ പോരെ. അത് ഫോയിലിംഗേ ചെയ്യൂ. കാര്യം ഫോയിൽ ചെയ്യുമ്പോൾ അതിനൊരു കോട്ടിംഗ്, പ്ലാസ്റ്റിക് കോട്ടിംഗ് വേണ്ട. ഇതിന് മസ്റ്റായിട്ട് പ്ലാസ്റ്റിക് കോട്ടിംഗ് വേണം. നമ്മൾ വണ്ടിയുടെയൊക്കെ ടെഫ്ലോണ് അല്ലെങ്കിൽ സിറാമിക് കോട്ടിംഗ് എന്നൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു കോട്ടിംഗ്, ഒരു പ്ലാസ്റ്റിക് ആവരണം, പോളിയുറേത്തിൻ എന്ന് പറഞ്ഞൊരു സങ്കേതമാണത്. അത് കൊടുത്താൽ മാത്രമേ ഇത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. അത് ഇളകിപ്പോകുന്നതുകൊണ്ടാണ് ഇത് ഇളകിപ്പോവുകയും ചെയ്യുന്നത്. ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പം ഇവരിപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന സാധനവും 2-3 കൊല്ലത്തിൽ കൂടുതൽ അവിടെ കാണത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ ഇളകും, പിന്നെയും കേടാകും. കാര്യം അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സാഹചര്യത്തിൽ ഡിവൈൻ സ്കേപ്പിലേക്ക് പറ്റിയ സാധനങ്ങളെ അല്ല ഇതൊന്നും. അതിന് ഈ പൂശല്, നമ്മൾ ഈ പറയുന്ന ഫോയിലിംഗ്, ഗോൾഡ് ഫോയിലിംഗ് ആണ് അതിന് ഏറ്റവും ഉചിതമായ മാർഗം. അപ്പം ശരിക്കും ഇതൊരു അന്വേഷണ സംഘം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ, എന്തായാലും ഇപ്പം അയ്യപ്പനും ഭയങ്കരമായിട്ട് കണ്ണു തുറന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. കാര്യം അല്ലെങ്കിൽ ഇത്ര വിപുലമായ രീതിയിൽ ഇതിന്റെ കാര്യങ്ങൾ പോവുകയും ഇതിന്റെ ചർച്ചകൾ പോവുകയും എല്ലാം മനസ്സിലേക്ക് ഇത് എത്തുകയും ചെയ്തതിന്റെ ഒരു വലിയ കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഈ പാളികൾ, ഈ പാറയിലൊക്കെ ഈ പറഞ്ഞ ഏതെങ്കിലും കോടീശ്വരന്മാരുടെ വീടുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊരിക്കലും കുറ്റക്കാരാന്ന് ഞാൻ പറയത്തില്ല. കുറ്റക്കാർ മീൻസ് അതായത് ഇൻ സെൻസ് ഓഫ് അവർ തിരിച്ചു കൊണ്ടുതരാൻ സാധ്യതയുണ്ട്, അവർ കൊണ്ടുതരും. കാര്യം അവർക്ക് ആ ഭക്തിയുടെ അകത്താണ് അവരുടെ വിശ്വാസമേ. അവർ ഈ എല്ലാം അയ്യപ്പൻ അവരുടെ വന്നു ഈ സാധനം കൊണ്ടുവച്ച, ഇപ്പൊ ജയറാമിന്റെ തന്നെ ഈ സാധനം പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവച്ച പുള്ളിക്ക് വലിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ സ്വപ്നത്തിൽ കാണുന്നു. അപ്പോൾ അങ്ങുകൂടി പൂജയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഈ തരത്തിലൊക്കെയാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആളുകളെ പറ്റിക്കാമെന്ന് കൃത്യമായി അറിയുന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ പറയുന്ന മറ്റേതെങ്കിലും കോടീശ്വരന്മാർ, വ്യവസായികൾ ഈ തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടത് വാങ്ങി വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണല്ലോ. അതെ, തീർച്ചയായിട്ടും അവരിലേക്ക് തന്നെയാണ് ഇതിന്റെ ഈ വിരലുകളെല്ലാം ചൂണ്ടുന്നത്. കാര്യം മറ്റൊരു നിസാര സ്വർണ്ണം എടുക്കാൻ അങ്ങനൊന്നും ഇതിനകത്തൊന്നും ഈ പറഞ്ഞ അത്രമാത്രം സ്വർണ്ണമോ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഭീകരമായിട്ട് 10 കിലോ സ്വർണ്ണമോ 15 കിലോ സ്വർണ്ണമോ അങ്ങനൊന്നും ഇല്ല. ഇതിനകത്തും ഉണ്ട്. അതിന്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ക്വയർ ഫീറ്റിൽ ഒരു 20 ഗ്രാമിൽ കൂടുതൽ, ഇവരിപ്പം 40 ഗ്രാം 45 ഗ്രാം പറയുന്നുണ്ട്. എന്നാലും അതിന്റെ കൂടുതലായാലും ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. ഇപ്പോൾ 20-30 ഗ്രാമിനകത്തൊക്കെ ഉള്ളൂ ഒരു സ്ക്വയർ ഫീറ്റിൽ. ഇതൊരു 10 സ്ക്വയർ ഫീറ്റ് 300 ഗ്രാമോ 400 ഗ്രാമോ വരാം മാക്സിമം, എന്റെ ഒരു കണക്കൂട്ടിൽ. പിന്നെ അതിന്റെ കണക്ക് കൂടുതലായിരിക്കും. കാര്യം ഇത് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒറിജിനലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന അത്ര ആയിരിക്കത്തില്ലല്ലോ ആരോപിക്കുന്നത്. ഇപ്പൊ തന്നെ അദ്ദേഹം പറയുന്ന ഡോറിനകത്ത് 4 കിലോ കൊണ്ട് പൊതിഞ്ഞ് ആദ്യം വെച്ചെന്നാണ് പറയുന്നത്. പക്ഷെ 4 കിലോ പോയിട്ട് 400 ഗ്രാം പോലും അതിനകത്ത് കാണത്തില്ലെന്നുള്ളത് ഈ പണികളെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം അത് അവർ കൂടുതൽ പറയും. കാര്യം ആ രീതിയിലായിരിക്കും ഓരോരുത്തരെ നിന്ന് മേടിച്ചിരിക്കുന്നത്. 10 പേരെ നിന്ന് പുള്ളി പോരാടെ 35 ലക്ഷം മേടിച്ചെന്ന് പറയുന്നു. 10 പേരെ നിന്ന് അങ്ങനെ കാശ് മേടിച്ച് കാണും. പക്ഷെ അത് നമ്മുടെ ഇതല്ല. പക്ഷെ അത് വെച്ചൊരു വിശ്വാസത ഉണ്ടാക്കിയിട്ട് ബോർഡിനെ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മെയിൻ ആൾക്കാരെയൊക്കെ പറ്റിച്ചിട്ട് ഇയാൾ അന്നേരം തന്നെ പാളി കൊണ്ടുപോവാണ്. ഏറ്റവും വലിയൊരു ഗുരുതരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതി 11-ാം തീയതി ഈ സാധനം വന്ന് ഡോർ 13-ാം തീയതി അങ്ങനെ ഡോർ ഫിറ്റ് ചെയ്യുന്നു. അന്നേരം തന്നെ കർഷക പാളികൾ കൊണ്ടുപോവാണ്. അത് 20-ാം തീയതി അടുത്ത പരിപാടി തുടങ്ങി. അത് കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത പരിപാടി. ഓക്കെ, ഇതിന് പവർ ഉണ്ട്, അത് ആർക്കെങ്കിലും ഒരു കസ്റ്റമറിനെ അവർ കണ്ടെത്തി, ആ കസ്റ്റമറിന് കൊടുത്തു. അടുത്ത കസ്റ്റമറിന്റെ പിന്നെ അടുത്ത റെഡിയായി, എനിക്കൂടെ 2 താന്ന് പറയാം, എന്തുകൊണ്ട് വേറെ. അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് സത്യം
ഇത് വളരെ ഗുരുതരമായ സംഭവമാണ്. പക്ഷേ തീർച്ചയായും അന്വേഷണം കോടതിക്ക് അത് വളരെ ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെ വേണം കോടതിയുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ശ്രീ ടി കെ രാജഗോപാൽ ഇതിപ്പോൾ ഇത്ര വിപുലമായ അതെ വിപുലമായ രീതിയിൽ എന്നുള്ളതാണ് സംശയം. ശ്രീ ടി കെ രാജഗോപാൽ ഇതിപ്പോൾ ദേവസ്വം വിജിലൻസ് എന്നൊരു സംവിധാനം ഉണ്ടാക്കിയത് തന്നെ അവിടുത്തെ കാര്യങ്ങളിൽ സംശയമുണ്ടായതുകൊണ്ട് കോടതി ആ രൂപത്തിലേക്ക് അന്വേഷണം നടത്തും, അല്ലെങ്കിൽ കോടതിയുടെ കണ്ണ് എല്ലാ ഘട്ടത്തിലും ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളായി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് കോടതി തന്നെ ഒരു പരാമർശമായി പറയുകയാണ്. ഇതിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പങ്കില്ലല്ലോ, നേരത്തെ കാര്യമല്ലേ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊരു വാദം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഞാൻ അങ്ങയിലേക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ ടി കെ രാജഗോപാൽ, 98-ൽ അവിടെ കൊണ്ടുവന്ന സ്വർണം 100 പവനോളം ഉണ്ടായിരുന്നു. ആ സ്വർണം അത് പിന്നീട് 2019 വെള്ളപ്പൊക്ക സമയത്ത് അവിടെ നിന്നും നേരെയാക്കാനെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു. അത് ചെമ്പെന്ന് എഴുതി വെക്കുന്നു. ആ ചെമ്പെന്ന് എഴുതി വെച്ചത് തൻ്റെ മാത്രം തീരുമാനമല്ല എന്നാണ് മുരാരി ബാബു പറയുന്നത്. ഇപ്പോൾ സസ്പെൻഷനാണെങ്കിലും പറയുന്നത് ഇതിൻ്റെ മുകളിലും തീരുമാനമുണ്ടല്ലോ എന്ന്. അപ്പോൾ മുകളിൽ നിന്ന് എവിടെ നിന്നോ വന്ന തീരുമാനം നടപ്പാക്കുകയായിരുന്നോ മുരാരി ബാബു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, സസ്പെൻഷനിലായ മുരാരി ബാബു, ഇപ്പോൾ റിട്ടയറായ ചില ഉദ്യോഗസ്ഥർ, ഇവർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഇത്രയും വലിയ ഒരു തട്ടിപ്പ്? തീർച്ചയായിട്ടും സ്മൃതി, ഈ മുരാരി ബാബു പറയുന്നതിനകത്തിൽ പകുതി സത്യമുണ്ട്, പകുതി കളവുമാണ്. സ്മൃതി മുമ്പേ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുരാരി ബാബു പറയുന്നത് 2019 അവിടെ നിന്ന് കൊണ്ടുപോയത് അത് ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് കൊണ്ടുപോയെന്നാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു. ചെമ്പ് തെളിഞ്ഞതിനാൽ ഇത് സന്നിധാനത്തു നിന്ന് അഴിച്ചുകൊണ്ട് പോകണം, അഴിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ചെന്നൈയിലെ ഓഫീസിൽ കൊണ്ടുപോയി ഇത് നന്നാക്കിയെടുക്കണം, അതാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തണമെന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ മുരാരി ബാബു ഇത് ശുപാർശ ചെയ്തത്. പക്ഷേ അവിടെയൊക്കെ തെളിയുന്നൊരു കാര്യം എന്താണ്? ഇന്ന് തന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? തന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ പൂർണ്ണമായിട്ടും ചെമ്പ് തെളിഞ്ഞ ഒരു രൂപമായിരുന്നില്ല അവിടെ. അത് സത്യവുമാണ്. തന്ത്രി പറഞ്ഞ 100% സത്യമാണ്. അതിന്റെ ഈ ചില ഭാഗങ്ങളിൽ ഒരു പക്ഷെങ്കിൽ പാദം ഭാഗങ്ങളിൽ ഒരു പക്ഷേ അങ്ങനത്തെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകാം. അതല്ലാതെ പൂർണ്ണമായിട്ട് അങ്ങനെ സാധിക്കുകയില്ല. ഒരു കാരണവശാലും ഈ മനുഷ്യസ്പർശം കൊണ്ടും ചെമ്പ് തെളിയാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. ഞാനവിടെ 1998 വിജയ് മല്യ ഇത് സ്ഥാപിച്ച കാലം മുതൽ സ്വർണം മേൽക്കൂരയും അതേപോലെ സ്വർണ്ണപ്പാളികളും ഒക്കെ സ്ഥാപിച്ച കാലം മുതൽ ഞാൻ ശബരിമലയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. ഈ ദ്വാരപാലക ശില്പങ്ങൾ ഏതാണ്ട് 30 അധികം കിലോ സ്വർണം ഉപയോഗിച്ചാണ് ഇതെല്ലാം അതവിടെ ചെയ്തിരിക്കുന്നത്. 24 കാരറ്റ് സ്വർണവുമാണ്. ഇതങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന കാര്യങ്ങളല്ല, പിന്നെ ദ്രവിച്ചു പോകുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്. അപ്പൊ അതിനകത്തിൽ ഈ മനുഷ്യസ്പർശം എന്ന് പറയുന്നത് ഭക്തജനങ്ങളാണ്. ഭക്തജനങ്ങൾ ഇത് തൊട്ടു വന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ ഈ 2019 വരെ അവിടെ പോയതാണ്. 2019 വരെ എല്ലാ വൃശ്ചിക മാസം 1-ാം തീയതി ഞാൻ ശബരിമലയിൽ ഉണ്ടാകും. കാരണം ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസികയുടെ ഒരു റിലീസിന് വേണ്ടിയിട്ടും പിന്നെ അവിടുത്തെ സ്റ്റാൾ തുറക്കുന്ന കാര്യങ്ങൾക്കൊട്ട് എല്ലാ വൃശ്ചിക 1-നും ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു. എന്റെ നോട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ കണ്ണുകളെ വിശ്വസിച്ച് പറയുകയാണെങ്കിൽ ആ പാളികൾക്ക് ഒരു കേടും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് സാധ്യമല്ല. ഇപ്പൊ അവിടെ ഇരുമ്പ് മറ വെച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾക്കടുത്തൂടെ ഭക്തജനങ്ങൾ കടന്നു വരാതിരിക്കാനും. സോപാനത്ത് നമുക്ക് ചെല്ലാനൊക്കത്തില്ല, സോപാനത്തടുത്ത് നിൽക്കാനൊക്കത്തില്ല. നമ്മൾ വളരെ ദൂരെ നിന്നാണ് ഭഗവാനെ കാണുന്നത്. പിന്നെ അവിടെ എന്ത് സംഭവിച്ചെന്നാണ്? ഒരു കാരണവശാലും അതിനുള്ള സാധ്യത ഇല്ല. പിന്നെ ഇവര് പറയുന്ന മുരാരി ബാബു പറയുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറയുന്ന മറ്റൊരു വാദം, ഉദ്യോഗസ്ഥന്മാർ പറയുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് ഭക്തര് നാണയം എറിയുന്ന സമയത്ത്, നാണയങ്ങൾ വലിച്ചെറിയുന്ന സമയത്ത് ഈ പാളികളിലൊക്കെ ചെന്ന് കൊണ്ടിട്ട് അതിനകത്തിലെ സ്വർണ്ണാംശം ഇളകിപ്പോകാമെന്നുള്ളതാണ്. അതൊക്കെ വെറും ബാലിശമായ വാദമാണ്. ഭക്തന്മാര് സ്വർണം പിന്നെ നാണയങ്ങൾ എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് കാണിക്കുകയാണ്, അത് സമർപ്പിക്കുന്നതാണ്. അല്ലാതെ ഇത് കല്ലേറാണോ? ശബരിമല സന്നിധാനത്ത് എന്നിട്ട് നാണയങ്ങൾ വലിച്ച് കല്ലേറ് നടത്തുകയാണോ? അപ്പൊ സാത്താനെ കല്ലെറിയുന്നത് പോലെയുള്ള ചടങ്ങൊന്നുമല്ല ശബരിമലയിൽ നടക്കുന്നത്. അവര് വളരെ ഭക്തിയോടുകൂടി പിന്നെ 1-2 നാണയങ്ങള് മലയാളികളാണെങ്കിൽ, അല്ല മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ വലിയ ചാക്ക് കണക്കിനാണ് വരുന്നത്. ചാക്ക് കണക്കിന് കിഴിക്കണക്കിനാണ് അവരുടെ സ്വർണം വരുന്നത്, പിന്നെ നാണയങ്ങൾ വരുന്നത്. അതൊക്കെ ഈ ഭണ്ഡാരത്തിൽ വളരെ ഭദ്രമായിട്ട് അവർ പക്ഷേ നിക്ഷേപിക്കത്തുള്ളൂ. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ നാണയം വലിച്ചെറിഞ്ഞിട്ട് ഇതിന്റെ പിന്നെ ചെമ്പ് തെളിയുന്നെന്ന് പറയുന്നത്? അങ്ങനെ ചെമ്പ് തെളിയുന്നത് 98 മല്യ നൽകിയ സ്വർണം ശ്രീ ടി കെ രാജഗോപാൽ 2019 ആകുമ്പോഴേക്കും ചെമ്പ് തെളിയുന്നു. 2019 കഴിഞ്ഞ് 6 വർഷമ്പോഴേക്കും വീണ്ടും ചെമ്പ് തെളിയുകയാണ്. അപ്പൊ അത്രയും സമയം വേണ്ടി വരുന്നില്ല. പിന്നെ അങ്ങോട്ട് ചെമ്പ് തെളിയൽ വേഗത്തിൽ സംഭവിക്കുകയാണ്.
അത് തന്നെയാണ് സംശയം. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദിക്കുന്നത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ചെമ്പുകൾ പെട്ടെന്ന് ഇത് മനസ്സിലാക്കുന്നവരാരാണ്? ഈ ചെമ്പ് തടിയിലൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ പറഞ്ഞ ശില്പികളോ അല്ല മറ്റേ സാങ്കേതിക വിദഗ്ധരോ ഇത് ഉരച്ചു നോക്കാൻ കഴിവുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതെല്ലാം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ദേവസ്വത്തെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെതായ കോക്കസിലുള്ള ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും ഇവരാണ് പറയുന്നത് ചെമ്പ് തെളിഞ്ഞു ശ്രീ ടി കെ രാജഗോപാൽ, ഈ മുരാരി ബാബു നേരത്തെയും അത്ര അഴിമതി അഭിപ്രായങ്ങളില്ല. ആരോപണം നേരിട്ടയാളല്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ? ഞാനിന്ന് വന്ന പത്ര റിപ്പോർട്ടുകൾ പ്രകാരം ഞാൻ ആ സമയത്ത് കോട്ടയത്തുണ്ടായിരുന്ന ഒരാളും കൂടാണ്. ഏറ്റുമാനൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ രുദ്രാക്ഷമാല കാണാതെ പോയത് സംബന്ധിച്ച ഒരു വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇദ്ദേഹം പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. വിജിലൻസ് വളരെ വിശദമായ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ്, കോടതിക്ക് കൊടുക്കുകയും ചെയ്തതാണ്. അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാർക്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പക്ഷേ ദേവസ്വത്തിലൊക്കെ കാര്യങ്ങളാണ്, അവിടെയൊക്കെ യൂണിയനും മറ്റ് സമ്മർദ്ദങ്ങളും കാലാകാലങ്ങളിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്കൊക്കെ വളരെ എളുപ്പ സ്ഥാനക്കയറ്റം കിട്ടും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇവരൊക്കെ ശബരിമലയിലെ സ്ഥിരം ഉദ്യോഗസ്ഥന്മാരുമാണ്. ശബരിമല ഡ്യൂട്ടി വരുമ്പോൾ ഇവരെല്ലാം ഡെപ്യൂട്ടേഷൻ ശബരിമലയിലുണ്ട്. ആ ലിസ്റ്റുകളൊക്കെ എടുത്ത് നോക്കുക. സ്ഥിരമായിട്ട് 10-20 വർഷം ശബരിമല ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണുള്ളത്. അപ്പൊ അവർക്കറിയത്തില്ലേ ആരെയൊക്കെ ഇവിടെയൊക്കെ കാണണമെന്നുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിലൊരു കഥാപാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം ആരെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്നുള്ളത്. 2019 മുരാരി ബാബുവിനെ കണ്ടു. അദ്ദേഹം ആയിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പൊ 2025 വന്നു കഴിഞ്ഞ സമയത്ത് വീണ്ടും അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസറായി. അപ്പോഴും മുരാരി ബാബുവിനെയാണ് കാണുന്നത്. നോക്കുക, അവർ തമ്മിലുള്ളൊരു ബന്ധം നോക്കുക. അപ്പൊ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടാണ് ചെമ്പ് തെളിക്കുന്ന ആളുകൾ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഭഗവാന്റെ ഈ ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുകൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ തെളിച്ചുകൊണ്ടിരിക്കും. 2019 കൊടുത്തതോ അതിന് 40 വർഷത്തെ വാറണ്ടി പറഞ്ഞിട്ടാണ് അത് സമർപ്പിക്കുന്നത്. 40 വർഷത്തെ വാറണ്ടി പറഞ്ഞ് സമർപ്പിച്ച ആ ദ്വാരപാലക ശില്പങ്ങളാണ് 4 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെമ്പ് തെളിഞ്ഞു എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചത്. പക്ഷെ ഇവ പറഞ്ഞതുപോലെ, ശില്പി പറഞ്ഞതുപോലെ അയ്യപ്പന്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ട്. അയ്യപ്പൻ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു എന്നതാണ്. അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചാണ്. ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. നൽകിയ സ്വർണ്ണമാകുമ്പോൾ അതിന്റെ വാറണ്ടി 40 വർഷം വാറണ്ടിയും മല്യാണല്ലോ. പിന്നെ അതിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ ശരിയാക്കേണ്ടത്. തീർച്ചയായിട്ടും മല്യയുടെ കാലത്ത് ഞാനത് കണ്ടതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവിടുത്തെ ജോലികൾ. അവിടെ 24 കാരറ്റ് തനി തങ്കം തന്നെയാണ് മല്യ കൊണ്ടുവന്നത്. മല്യയുടെ അവിടെ ജോലി ചെയ്തിരുന്ന അവിടുത്തെ ശില്പികളെ, പ്രധാന ശില്പികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടവരോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പണിസ്ഥലത്ത് പോയിട്ടുമുണ്ട്. അതേ ഒരു കൗതുകത്തിന് വേണ്ടി എന്നെ വളരെ ദൂരെ നിന്ന് ഇതിന്റെ പാളി കാണിച്ചിട്ടുമുണ്ട്. ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതും ഞാൻ വിശ്വസിക്കുന്ന കാര്യം 24 കാരറ്റ് അല്ലെങ്കിൽ പിന്നെ മല്യ കള്ളനാണെന്ന് പറയണം. വിജയ് മല്യ കള്ളനാണെന്ന് പറയണം. കാരണം അദ്ദേഹം വളരെ ആണല്ലോ അന്ന് സ്വർണം നൽകിയത് എന്നൊരു വാദം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യവുമായിട്ടുള്ള ബന്ധങ്ങളെയോ ഒന്നും നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട. അന്ന് ശബരിമലയിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര സ്വർണം വേണം? ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ദ്വാരപാലക ശില്പങ്ങളും മറ്റും പൊതിയുന്നതിനും ഉപദേവതകളെയൊക്കെ പൊതിയുന്നതിനായിട്ട് കൂടുതൽ സ്വർണം വേണമെന്ന്. അപ്പൊ മല്യ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ എത്ര സ്വർണം വേണമെങ്കിലും നിങ്ങൾ എടുത്തുകൊള്ളുക, എത്ര സ്വർണം വേണമെങ്കിലും ഞാൻ അനുവദിച്ചു തരാം. പക്ഷെ അത് വൃത്തിയായിട്ട് ചെയ്യണം, വളരെ വൃത്തിയായിട്ട് ചെയ്യണം. അതിന്റെ മാറ്റൊക്കെ ഒന്ന് പരിശോധിക്കാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. 24 കാരറ്റ് എന്നുള്ളത് പരിശോധിക്കുന്നതിനായിട്ട് UB ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടല്ലോ അവിടെ സ്വർണത്തിന്റെ മാറ്റി പരിശോധിക്കാനായിട്ട്. അപ്പൊ അതിനെ മല്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെയോ മറ്റു കാര്യങ്ങളോ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണമെന്ന് ഉള്ള അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നില്ല. തീർച്ചയായും ചർച്ചയിലേക്ക് ശ്രീ സലാം, ഇപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും നന്നായാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇവിടെ വിമർശനം എന്തിനാണ്, ഇപ്പോഴെന്തിനാണ് ഇവിടെ പ്രതിഷേധം എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. 2019 സംഭവമാണ്. എന്നാൽ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അദ്ദേഹത്തിന് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് അറിയില്ല എന്നാണ് പ്രതികരിക്കുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവിൽ ചില വിമർശനങ്ങളുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഈ സ്വർണം പാളി നന്നാക്കാൻ വീണ്ടും കൊടുത്തു എന്നുള്ളതാണ്.
അതായത് 6 വർഷത്തിനിടയ്ക്കാണ് വീണ്ടും നടക്കുന്നത്. 2024 ഒരു ശ്രമം നടത്തിയിരുന്നു, അതന്ന് പൊളിഞ്ഞു. 2025 ആയപ്പോൾ വീണ്ടും കൊണ്ടുപോകുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കായിരുന്നില്ല എന്നൊരു വ്യത്യാസമുണ്ട്. ഇവിടുന്ന് ഉദ്യോഗസ്ഥരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് കൊടുത്തുവിട്ടിരിക്കുന്നത്. ആ കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രീ എച്ച് സലാം. അപ്പോൾ പിഴവുകൾ 2019 മുതൽ 2025 വരെയുണ്ട്. സ്മൃതി, അതിനകത്ത് ഇപ്പോൾ ശ്രീകുമാർ സാറും സ്മൃതിയും ബാക്കി രണ്ടുപേരും അവരെല്ലാം പറഞ്ഞ കുറെ അധികം കാര്യം പറഞ്ഞു. അതിന് മറുപടി പറയാൻ എനിക്ക് സമയം തരണം. ഞാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സ്മൃതി ഇപ്പോൾ ചോദിച്ച കാര്യത്തെ ഞാൻ പറയാം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യം സഭയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ശ്രീകുമാർ സാർ. അദ്ദേഹത്തിന് സാമാന്യം നന്നായി ചരിത്രബോധമുള്ള ആൾ തന്നെയാണ് ശ്രീകുമാർ സാർ. കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ടാണ് ഈ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ തരത്തിലേക്ക് വർത്താനം പറയുമെന്ന് നമുക്കറിയാം. പക്ഷേ മുഖ്യമന്ത്രി ധൈര്യത്തെക്കുറിച്ചും പ്രതിപക്ഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ധൈര്യം വന്നു. ഇവരിരുന്നാലും അങ്ങോട്ട് ധൈര്യം എന്തോ കുറവാണ് മുഖ്യമന്ത്രിക്ക് എന്ന മട്ടിലൊക്കെ ശ്രീകുമാർ സാറിനെ പോലെ ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയായ ഒരു സംഗതിയല്ല. പിന്നെ അവിടെ MLA-മാരെ മുഖ്യമന്ത്രി പരാമർശിക്കുന്ന കാര്യം പറഞ്ഞു സ്മൃതി. അതിനകത്ത് സാധാരണയിൽ അസാധാരണമായ ചില രീതികൾ അവിടെ ഉണ്ടായി. 2 ദിവസക്കാലം പൂർണ്ണമായും സ്പീക്കറുടെ മുഖം മറച്ചിട്ടാണ് ഈ ബാനർ പിടിച്ചത്. ചോദ്യത്തിലുള്ള ബഹിഷ്കരിക്കും ബഹളം ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ സ്പീക്കറും അംഗങ്ങളും തമ്മിൽ കാണാൻ കഴിയാത്ത പോലെയുള്ള അന്തരീക്ഷം എന്നാ ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും സഭ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള കാര്യം സ്പീക്കറുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് അതിന് കഴിയുന്ന തരത്തിലേക്ക് വാച്ച് ആൻഡ് വാർഡ് ഉൾപ്പെടെ അതിന് മുൻ 2 ഭാഗത്തും ഭരണപക്ഷത്തിന്റെ ഭാഗത്തും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും നിന്ന് കവർ ചെയ്ത് നിന്നിട്ടാണ് ഇന്ന് സഭ നടത്തിയത്. ആ സമയത്ത് അപ്പുറത്തുണ്ടായിരുന്ന 3 MLA-മാര് ഭരണപക്ഷത്തിന്റെ ആ സൈഡിലേക്ക് വന്നിട്ട് ഇത് ഇടിച്ച് കയറുന്നു. അവിടെ ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡ് ഉണ്ട്, ബാക്കി പുരുഷ വാച്ച് ആൻഡ് വാർഡാണ്. അവിടെ 3 MLA-മാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ പറയുന്നില്ല വ്യക്തിപരമായി. ആ 3 MLA-മാർ അവിടെ കുത്തി ഇങ്ങനെ ഇടിക്കുകയാണ്. ആരെ? ഈ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ഉൾപ്പെടെ ഇടിക്കുകയാണ്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ നേരെ 3 MLA-മാർ ഇങ്ങനെ ആക്രോശിച്ച് അദ്ദേഹത്തിന് നേരെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടി, ശ്രീകുമാർ സാർ പറഞ്ഞു റിയാസ് മാത്രം എഴുന്നേറ്റ് അവിടെ പോയി നിന്നാണോ? ഭരണപക്ഷ MLA-മാരെല്ലാം അവിടെ വന്നു, മന്ത്രിമാരുൾപ്പെടെ അവിടെ വന്നു, അവിടെ വന്ന് നിൽക്കുന്ന സാഹചര്യം വന്നു. അതോടെ ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി ഒറ്റ ഒരു പോയിന്റ് അദ്ദേഹം ഒരു നാട്ടുദാഹരണം മാത്രമാണോ മുഖ്യമന്ത്രി കണ്ടത്? ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ പറഞ്ഞ് മുഴുമിപ്പിക്കട്ടെ, ഞാൻ പൂർണ്ണമായിട്ട് പറയട്ടെ. അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? അദ്ദേഹം ഒരു നാട്ടിലെ ഒരു ഉദാഹരണം പ്രയോഗിച്ചില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഒരാളുടെ ശാരീരികമായ കരുത്ത് കൊണ്ടല്ല, ഈ നിയമസഭ അംഗമെന്ന നിലയ്ക്കുള്ള പ്രിവിലേജ് ഉപയോഗിച്ചാണ് ഇങ്ങനെ മോശമായി ആ വനിതാ വാച്ച്മാൻ ഉൾപ്പെടെ ഇങ്ങനെ തള്ളുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പോയിന്റ്. അതിന് അദ്ദേഹം പറഞ്ഞപ്പോ സംസാര ഭാഷ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഉദാഹരണം ഉണ്ടെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന ആൾക്ക് ഇത്ര അളവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. അല്ല, നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ചാണ് ഈ മോശമായ കാര്യം ചെയ്യുന്നത് എന്നാണ് സഭയിൽ അദ്ദേഹം പറഞ്ഞത്. അതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ശ്രീകുമാർ സാറിന്റെ. പിന്നെന്താ, ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹം അനാവശ്യമൊന്നും പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അനാവശ്യവും പറഞ്ഞില്ല. സഭയിൽ ഒരു അനാവശ്യവും പറഞ്ഞില്ല. നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് ഈ അനാവശ്യ സ്ത്രീ വനിതാ വാച്ച്മാൻ വാർഡിനെ കുത്തിത്തള്ളി. അത് അനാവശ്യമല്ലേ? അതിനകത്ത് നിങ്ങൾ പറയാത്തത് അതിനേക്കാൾ പ്രധാനമാണോ? ഒരു വാക്ക് അല്ലെ പറഞ്ഞ വാക്ക് അതിനേക്കാൾ പ്രധാനമാണോ? എന്ത് സ്മൃതിക്ക് അത് തോന്നാത്ത എന്താണ്? അതെന്തുകൊണ്ട് തോന്നിയില്ല? അതാ സഭയിൽ മുഖ്യമന്ത്രി അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞ എന്താണ്? CPM-ന് ചേരാത്താണ് വിശ്വാസം എന്ന് ആര് പറഞ്ഞു? സാറിന് കുറച്ച് ചരിത്രപരമായി കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളല്ലേ. കേരള ചരിത്രത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതോ വഴിനിലക്കുന്നതുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ എല്ലാം മുഹൂർത്തങ്ങളിൽ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ ഇടതുപക്ഷവും CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ കേരളത്തിൽ? ഏതെല്ലാം സമരങ്ങൾ നോക്ക് സാർ. ഏറ്റവും അവസാനത്തെ പാലിയം സമരം എന്ന് പറയുന്നത് ചെങ്കൊടി പിടിച്ചാണ് ആ സമരം നടത്തിയത്. ചെങ്കൊടിയാണ് പിടിച്ചത് ആ സമരത്തിൽ. ഒരു രക്തസാക്ഷി ഉണ്ടായ സമരം. അതിൽ 30-40 നോക്കിയാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും വൈക്കം സത്യാഗ്രഹ കാലം നോക്കിയാൽ ആ സമയത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, പിന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, പിന്നെ കമ്മ്യൂണിസ്റ്റായി കൃഷ്ണപിള്ള AKG ഉൾപ്പെടെയുള്ള സമരത്തിന്റെ ഭാഗമാണ് ഈ കേരള ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയുമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതല്ലേ ശ്രീ എച്ച് സലാം? ഞാൻ ആ സമരത്തെ അതെ അതിന്റെ തുടർച്ചയിൽ പാലിയം സമരത്തിൽ ചെങ്കൊടിയേന്തിയാണ് പാലിയം സമരം ഉണ്ടായത് കേരളത്തിന്റെ ചരിത്രത്തിൽ. ഞാൻ പറഞ്ഞത് വിശ്വാസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്യമാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ നടത്തിക്കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.
ഇന്നത്തെ കാര്യം ഞാൻ ചോദിക്കുകയാണ്, അതിനുശേഷമുള്ള ക്ഷേത്രഭരണത്തിന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു CPM-കാരൻ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട ഒരു 10 രൂപ കാശ് എടുത്തോണ്ട് പോയിന്ന് നിങ്ങൾക്ക് ഇത് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ? പറയൂ ശ്രീകുമാർ സാറെ, പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയാം സാർ. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ഭരിക്കുന്ന സമയത്ത്, അതിനുശേഷമുള്ള രാമൻ നായർ ഭരിക്കുന്ന സമയത്ത്, അജയ് തറയിൽ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്തിൽ ആ വിജിലൻസ് കേസുണ്ട്. ശർക്കര കുംഭകോണത്തിന്റെ ഭാഗമായിട്ട് അനധികൃതമായി അധികാരം ദുർവിനിയോഗം ചെയ്തതിന്റെ ഭാഗമായിട്ട് എല്ലാം കേസില്ലേ? പാത്രം മേടിച്ചതിന്റെ ഭാഗമായിട്ട് ശിവകുമാറിന്റെ സഹോദരൻ എക്സിക്യൂട്ടീവ് ഓഫീസറായി ഇരിക്കുന്ന സമയത്ത് അഴിമതി കാണിച്ചിട്ടില്ലേ? ഏതെങ്കിലും ഒരു CPM-കാരൻ ക്ഷേത്രഭരണത്തിന്റെ ഭാഗമായി ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു CPM-കാരൻ ഒരു ആരോപണമായിട്ടെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു CPM-കാരൻ ഞാൻ പറയട്ടെന്ന് എന്നെ പറയാൻ സമ്മതിക്കുന്നു. ഏതെങ്കിലും ഒരു CPM-കാരൻ ഞാനീ പറഞ്ഞ പോലെ ഒരു പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചെയ്തൊന്ന്? പിന്നെ ഇപ്പൊ ഉണ്ടായ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്? ആ പീഠം കാണാനില്ല എന്ന പ്രശ്നമല്ലേ ആദ്യം ഒരു ചാനലിന്റെ ഭാഗമായി പുറത്തു വരുന്നത്? ആ പീഠം എവിടെ നിന്ന് കിട്ടി? ആരോപണം ബന്ധുവിന്റെ വീട്ടിൽ നിന്ന്. അങ്ങ് തെറ്റാണ് പറയുന്നത്. അങ്ങനെയല്ല. കോടതിയുടെ ഇടപെടൽ വന്ന കോടതി ഒരു കാര്യം പരിഗണിച്ചിരിക്കുന്ന സമയത്താണ് പീഠം വരുന്നത്. പരസ്യമായി അത് ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ പരസ്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, പരസ്യമായി പീഠം കാണാനില്ല. നോക്കൂ, പീഠം കാണാനില്ല എന്നുള്ളതല്ല ആദ്യം പറഞ്ഞത് ശ്രീ എച്ച് സലാം. അത് നിങ്ങളുടെ സ്ഥിരമായി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായീകരണമാണ്. അത് തെറ്റാണെന്നേ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒന്ന് പറയട്ടെന്ന് സ്മൃതി. ഞാൻ ഒരു സെന്റൻസ് പറയുമ്പോൾ ചോദ്യങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ചൂണ്ടിക്കാണിക്കല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞിട്ട് ചോദിച്ചോളൂ. ഞാൻ പറയുന്ന പൂർണ്ണമാക്കാൻ സമ്മതിക്കും, എന്നിട്ട് ചോദിച്ചോ. ഞാൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പരസ്യമായ ചാനൽ മുമ്പാകെ പറഞ്ഞത് പീഠം കാണാനില്ല. പിന്നീട് ആ പീഠം എവിടുന്ന് കണ്ടെടുത്തു? എവിടുന്നാ കണ്ടെടുത്തേ? അതെങ്ങനെ വാസുദേവൻ പോറ്റിട്ട് അവിടുന്ന് പോയി കാണുകയും അവിടുന്ന് എടുത്ത് സഹോദരി വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്ത ആരാ? ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോൾ എന്താണ്? ഞങ്ങൾ പറയുന്നത് അതുൾപ്പെടെ. കാരണം അന്ന് വാറണ്ടി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിച്ച് അതിന്റെ നെല്ലും പതിരും സമഗ്രമായി അന്വേഷിക്കൂ. പക്ഷേ നിങ്ങളുടെ കാലത്താണ് ഈ പോറ്റി വളർന്നത് ശ്രീ എച്ച് സലാം. 2019 മുതലുള്ള വളർച്ചയാണ് 2025 എത്തുമ്പോൾ അദ്ദേഹം ഒരു അതിസമ്പന്നനായി മാറുന്ന അയാളുടെ ഡീലിംഗ്സ് മുഴുവൻ നടന്നിട്ടുള്ളതും അദ്ദേഹം ഒരു സ്പോൺസറായി എത്തിയതുമൊക്കെ നിങ്ങളുടെ കാലത്താണ് ശ്രീ എച്ച് സലാം. അന്വേഷിച്ചോട്ടെ എന്ന് പറയാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു മറുപടിയിൽ തീരുമോ ശ്രീ എച്ച് സലാം? ദേവസ്വം ബോർഡ് അല്ല, അങ്ങ് പറയൂ. ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി പാത്രം വിൽപ്പനയുമായി ബന്ധപ്പെട്ട പാത്രം വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ അന്നത്തെ മന്ത്രിയെ പറയാൻ പറ്റുമെങ്കിൽ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? ഇന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ ചാനൽ ചർച്ചയിൽ മാറി വിധി പറയാൻ പറ്റുമോ? വിധി പറയുകയല്ലോ, ചോദ്യങ്ങളല്ലേ ശ്രീ എച്ച് സലാം. വിധിയൊന്നും പറയുന്നില്ല. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയോട് നേർക്ക് നേരെ ഇരുന്നിട്ട് അല്ല കൂലങ്കഷമായി എന്തോ ചർച്ച നടത്തുന്നതിന്റെ പടം അങ്ങ് കണ്ടല്ലോ. അത് ഒരു ഉദ്ഘാടന പരിപാടിയിൽ സൈഡിൽ നിൽക്കുന്ന പടമല്ലല്ലോ. അതുകൊണ്ടെന്താ നേർക്ക് നേരെ അല്ല ഇരിക്കട്ടെ. അപ്പൊ പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്, നല്ല ചർച്ചയും നടത്തിയിട്ട് എന്ത് ചർച്ചയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നടത്തുന്നത്? അതുകൊണ്ടെന്താ വി.എൻ. വാസവൻ പറയുന്നു എനിക്കൊരു ബന്ധവുമില്ല, എനിക്കറിയില്ല എന്ന് വി.എൻ. വാസവൻ പറയുന്നു. ശരി, ആ പടങ്ങളിൽ അതില്ല എന്തായാലും. പക്ഷേ കടകംപള്ളിക്കൊപ്പമുള്ള പടം അങ്ങനെയല്ല. ഞങ്ങൾ കരുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഉൾപ്പെടെയിൽ ആരൊക്കെ? ഈ ഉണ്ടായ സംഭവത്തിന് മേലെ കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച നിലയ്ക്ക് സ്വാഭാവികമായും ആ അന്വേഷണ ഭാഗമായി ഇവരുടെ എല്ലാവരുടെ റോള് പുറത്തു വരട്ടെ. ശരി, അപ്പോൾ ഞങ്ങളുടെ ഭരണകാലത്ത് ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് പറയേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമുണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് തുറന്നു പറയണം. അതല്ലാതെ കണ്ടുപിടിക്കട്ടെ, നോക്കട്ടെ, കോടതി നോക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്താ മാറി നിന്ന് നിരീക്ഷിക്കാം എന്നല്ലല്ലോ പറയേണ്ടത്.
അതല്ല സ്മൃതി, അതിനകത്തൊരു ഭരണപരമായ തീരുമാനം കൈക്കൊള്ളുന്നത് എങ്ങനെയാ? പിന്നെ ക്ഷേത്രം തന്ത്രി 2023 തരുന്ന കത്തല്ലേ ഈ ദ്വാരപാലകരുടെ ഈ സ്വർണം പൂശിയ അല്ല, ക്ഷേത്രം തന്ത്രി അത് നിഷേധിക്കുന്നു. ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ ഇത് മുരാരി ബാബുവിന്റെ വാദമാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു, മുരാരി ബാബുവിന്റെ വാദമാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് പറയാൻ നിങ്ങൾ വിധി പറയാനിരിക്കുന്നു. വിധി പറയല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം അല്ലെങ്കിൽ മുരാരി ബാബുവിന്റെ വാദം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് അങ്ങ് തന്ത്രി പറഞ്ഞുകൊണ്ട് പറയുകയാണ് മുരാരി ബാബുവിന്റെ പരാമർശം തെറ്റാണ്. അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിൽ നിന്നും നൽകിയ കത്തിന്, അതായത് ദേവസ്വം ബോർഡിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ കത്തിന് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരുടെ അങ്കിയുടെ കേടുപാടുകൾ പരിഹരിക്കാമെന്ന മറുപടിയാണ് നൽകിയത്. എന്താണ് പറഞ്ഞത്? സ്വർണം പൂശിയ ദ്വാരപാലകരുടെ അങ്കിയുടെ കേടുപാടുകൾ, ലോഹപ്പാളിയല്ല, സ്വർണം പൂശിയ അങ്കിയുടെ കേടുപാടുകൾ തീർക്കണമെന്ന മറുപടിയാണ് നൽകിയതെന്നാണ് പറയുന്നത്. കേട്ടില്ല. തന്ത്രിയാണ് കൊണ്ടുപോകാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പൊ തന്ത്രിയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരില്ലേ? ഓരോന്നിനും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരില്ലേ? എടുത്തോണ്ട് പൊക്കോളൂ. ആരാണ് എഴുതി കൊടുത്തത്? ഇത് ലോഹപാളിയാണെന്ന് ആരാണ് എഴുതി കൊടുത്തത്? തന്ത്രിയാണോ എഴുതി കൊടുത്തത്? തന്ത്രി പറയുകയാണ് അത് സ്വർണമാണെന്ന്. ഞാൻ പറയുന്നത് ഭക്തന്മാർ എന്ത് സമർപ്പിച്ചാലും അതിന്റെ ആവശ്യമായ കണക്കും രേഖകളും ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടില്ലേ? ശബരിമലയിലില്ലേ? അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളില്ലേ? അവിടെ ഒന്നൊരു കാര്യം കൊണ്ടുപോകണമെങ്കിൽ അതിന് ആരൊക്കെ പരിശോധിക്കണം, ഏതൊക്കെ രജിസ്റ്ററിന്റെ ഭാഗമായി സൂക്ഷിക്കണം, എന്തെല്ലാം ചെയ്യണം എന്ന് നിഷ്കർഷയില്ലേ? നിയമങ്ങളില്ലേ? ചട്ടങ്ങളില്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം രേഖാപരമായി നിൽക്കുമ്പോൾ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പുണ്ട്, ദേവസ്വം വിജിലൻസ് ഉണ്ട്, ദേവസ്വം വിജിലൻസ് ഉണ്ട്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഒരു തിരുവാഭരണത്തിന്റെ അതിന്റെ ചുമതല വഹിക്കുന്ന ഓഫീസറുണ്ട്, ഇവരെല്ലാം ഇല്ലേ? ഒരു കാര്യം അദ്ദേഹം നേരത്തെ ശില്പി അദ്ദേഹം പറഞ്ഞില്ലേ, അവിടെ ഒരു കാര്യം കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെ സമർപ്പിക്കപ്പെടുന്ന സ്വത്ത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, അതിന്റെ കണക്ക് എങ്ങനെയാണ്? ഇതിലെല്ലാം ചട്ടപ്രകാരം അതിന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകൾ പരിശോധിച്ചിട്ട് എത്രയുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ കൊണ്ടുപോയി എന്നെല്ലാമുള്ള കാര്യം സ്വാഭാവികമായും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി എൻക്വയറിയിൽ വരുമല്ലോ. അതാ പറയുന്നത്. അതിനിടയ്ക്ക് അരികും മൂലയും വെച്ചിട്ട് ഞാനോ സ്മൃതിയോ വർത്തമാനം പറയുന്നതിന് തർക്കമുണ്ടോ? അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ഉത്തരവിടുന്നു, ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു, അതിനിടയ്ക്ക് ചോദ്യം വേണ്ട, ഉത്തരം വേണ്ട. ശരി, എല്ലാ വിഷയത്തിലും ആ തീരുമാനം വേണം. തിരിച്ചെത്താം ഇടവേളയിലേക്ക്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളാണ് ഇന്ന് കണ്ടത്. BJP ആകട്ടെ സംസ്ഥാന നേതാക്കളടക്കം ഇന്ന് ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തെരുവിലേക്ക് ഇറങ്ങിയുള്ള വലിയ പ്രക്ഷോഭം ഇനി തുടങ്ങുകയാണോ? നോക്കൂ, അതല്ലേ സ്മൃതി ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പ്രതിപക്ഷത്തിൻ്റെ ശക്തി എന്താണെന്ന് CPM-നും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഒരു സത്യാവസ്ഥ വിവരിക്കാനുള്ള രാഷ്ട്രീയ ധൈര്യത്തെക്കുറിച്ചാണ്. ആ രാഷ്ട്രീയ ധൈര്യം പ്രതിപക്ഷം സഭയിലുള്ളപ്പോൾ അദ്ദേഹം കാണിച്ചില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം സഭയിൽ പ്രതിപക്ഷ ബഹളമാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വിശദീകരിക്കാൻ വാക്കുകളില്ല. പൊതുസമൂഹത്തിൽ ഈ വിഷയം ബോധ്യപ്പെടുത്താൻ പറ്റാവുന്ന ഒരു തരത്തിലുള്ള ഘടകങ്ങളും ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇവരിപ്പോൾ പറയുന്നത്. ഇന്നിപ്പോൾ കടകംപള്ളി പറഞ്ഞെന്താ, ദേവസ്വം വകുപ്പിനൊന്നും വലിയ ബന്ധമില്ല, സ്വയംഭരണം. മന്ത്രി വാസവൻ പറഞ്ഞെന്താ, സ്വയംഭരണം. പിന്നെ പറഞ്ഞെന്താ, ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ, ഞങ്ങൾക്കൊന്നും ബന്ധമില്ല, ഞങ്ങൾക്കാണ് ബന്ധം എന്ന് വെച്ചാൽ CPM-നാണ് ബന്ധം ഈ കാര്യത്തിൽ. അത് വിശദീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഇവർ വിചാരിച്ചു ഏതെങ്കിലും NSS-ഓ SNDP ഒക്കെ പിന്തുണച്ചാൽ അതുകൊണ്ട് കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ചു. അതല്ല സംഭവിച്ചത് ഇവർക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ H. സലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വനിതാ MLA-മാരുടെ ഇന്നത്തെ കാര്യം പറഞ്ഞല്ലോ. KK രമ MLA-യുടെ കൈയൊടിച്ചിട്ട് വാച്ചാൻപാടിൻ്റെ ഭാഗത്തുനിന്ന് കൈയൊടിച്ചിട്ട് ആ വിഷയം കൈയൊടിഞ്ഞിട്ടില്ല. രമ
കൈ ഒടിയാതെ ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പരസ്യമായി പത്രസമ്മേളനം നടത്തിയവരാണ് CPM-ന്റെ MLA-മാർ. അതൊക്കെ ഞാൻ ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടെ കൃഷ്ണപിള്ളയാണെങ്കിലും AKG ആണെങ്കിലും കേളപ്പജി ആണെങ്കിലും അക്കാലത്ത് നവോത്ഥാന കാലത്ത് സമരം നടത്തിയത് CPM നേതാക്കളായിട്ടല്ല, അല്ലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ടല്ല. അതൊരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രസ്ഥാനമാണത്. അതൊക്കെ വിശദീകരിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. ഇവിടെ വിഷയം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രശാന്തിനോട് സഹതാപമുണ്ട്. കാരണം അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല, ഏതെങ്കിലും ഒരു സമരമൊക്കെ ഉണ്ടാവുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ അതൊക്കെ ആ ഓരോ സാഹചര്യം വരുമ്പോൾ പറയാനുള്ളതാണ്. അതിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ പ്രശാന്തിൻ്റെ കാലത്തെക്കുറിച്ച് ഈ നമ്മുടെ ചരിത്രത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ആടയാഭരണങ്ങളും അതുപോലെ ദ്വാരപാലകരുടെ കവചങ്ങളും ഒക്കെ ഉള്ള സ്വർണം ഏത് കാലത്താണ് നഷ്ടപ്പെട്ടത് എന്നും ആ കാലത്ത് ആരായിരുന്നു ദേവസ്വം പ്രസിഡന്റ് എന്ന് ചോദ്യം വരുമ്പോൾ അത് PS പ്രശാന്ത് ഭരിച്ചിരുന്ന കാലത്താണെന്ന് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായൊരു കാര്യമാണ്. ഒരുപക്ഷെ ഒരു CPM നേതാവിൻ്റെ കാലത്തെ എന്ന് വരുന്നില്ലല്ലോ. കാരണം അവരാണല്ലോ ഇത്രയും കാലം ഭരിച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അത് ആ പ്രശാന്തിൻ്റെ തലയിലേക്ക് വരികയാണ്. അതിലൊരു സഹതാപം എനിക്കുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് സലാം, നിങ്ങൾക്ക് ഈ വിഷയം വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മേഖലാജാലകൾ കോൺഗ്രസ് നടത്തുമ്പോൾ UDF നടത്തുമ്പോൾ നിങ്ങൾ ഭയത്തോടുകൂടി തന്നെ വീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബഹളം വരണം. എല്ലാവരും വേണ്ട ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. മുഖ്യമന്ത്രി ചർച്ച വിളിക്കട്ടെ, പരസ്യമായിട്ട് സർവകക്ഷി യോഗം വിളിക്കട്ടെ, അല്ലെ MLA-മാരുടെ യോഗം വിളിക്കട്ടെ. അതല്ലെങ്കിൽ പുറത്ത് പത്രസമ്മേളനം നടത്താൻ പറ സലാമേ, പത്രലേഖകരുടെ ചോദ്യങ്ങളെങ്കിലും അഭിമുഖീകരിക്കാൻ പറ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഈ നോക്കൂ സ്മൃതി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആ ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും ആളായിട്ട് ഇപ്പോൾ പാർട്ടി 10 ദിവസവും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് വിശദീകരിക്കാൻ പറ്റില്ല. സത്യസന്ധമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റാതാകുമ്പോൾ പാർട്ടി എപ്പോഴും ആഗ്രഹിക്കുന്ന ബഹളമാണ്. അത് തന്നെയാണ് നിയമസഭയിൽ സംഭവിച്ചത്. അത് തന്നെയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയപ്പോൾ മാത്രം മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നത്. ശരി. ശ്രീ മഹേഷ് പണിക്കർ, സത്യം തെളിയുമെന്നുള്ള വിശ്വാസമാണോ ഈ ഘട്ടത്തിൽ അങ്ങേക്കുള്ളത്? തീർച്ചയായിട്ടും. അപ്പൊ മേലിലെങ്കിലും ഇതെല്ലാം നിർമ്മിച്ച ഈ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഇതെല്ലാം നിർമ്മിച്ച ശില്പികളായിട്ടുള്ള സ്ഥപതികളായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അപ്പം അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു കേട് വരുമ്പം അതിനെപ്പോലുള്ള ഓരോ വിഷയങ്ങളിലും എക്സ്പേർട്സിനെ വിളിച്ചിട്ട് അതിന്റെ കുറ്റങ്ങൾ എന്താണ്, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി മാത്രമേ മേലിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു അനുമതി വരാവൂ. കാര്യം അല്ലെങ്കിൽ ഇതിനകത്തൊരു വിദഗ്ധനല്ലാത്ത ആള് അവരെ പറ്റിക്കപ്പെടാൻ എളുപ്പമാണ്. അവർ ഇപ്പൊ തന്ത്രിദേവൊന്നും അറിഞ്ഞുപോലും കാണത്തില്ല ഈ സാധനം. പോയി പറഞ്ഞു അവിടെ കേടാ, ഇത് അങ്ങനെ വരുന്നത്. ഇത് വളരെ ഉദ്യോഗസ്ഥരും എല്ലാവരും അറിഞ്ഞിട്ടാണോ? കാര്യം കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ അതിനൊരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മേലിൽ അങ്ങനെ വരത്തില്ല. എനിക്ക് തോന്നുന്നു നിർഭാഗ്യവശാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഈ കേടുകൾ വരുമ്പോഴത്തേക്ക് ഇത് ആരാ പരിശോധിക്കുന്നത്? ഒരു സ്മിത്ത് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. പക്ഷെ അത് ഇവരുടെ ഏറ്റവും അണ്ടറിലുള്ള ഇതിലുള്ള ഒരാളാണ്. അയാൾ പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കും. പക്ഷെ അല്ലാണ്ട് വിദഗ്ധരായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ എന്തായാലും സ്വർണ്ണമായാലും വെള്ളിയായാലും ചെമ്പായാലും, കഴിഞ്ഞ ദിവസം കമ്മീഷൻ പറയുന്നതായിട്ട് പുള്ളിക്ക് ചെമ്പാണോ സ്വർണ്ണമാണെന്ന് അറിയത്തില്ലെന്ന്. കാര്യം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഒരു എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുക? അത് പ്രസിഡന്റ് ആണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ തന്ത്രി അദ്ദേഹം അല്ലെങ്കിൽ പൂജാരിമാരാണോ എടുക്കേണ്ടത്? ഈ മേലിലെങ്കിൽ ഇത്ര ഉണ്ണികൃഷ്ണ പോറ്റിമാരെ അകത്ത് നിർത്താനായിട്ട് ഒരു സംവിധാനം, ഒരു ലെയറോടെ, അതായത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വിദഗ്ധ ആൾക്കാരുടെ ഒരു പാനൽ ചെയ്യുക. അവർ ഒരാൾ വേണ്ട 10-15 പേരെ വെക്കുക. അവർ വന്നൊരു നിർദ്ദേശം തന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇളക്കാവോ, അറ്റകുറ്റപ്പണിക്കൊക്കെ നിർദ്ദേശം വരാവൂ. അല്ലെങ്കിൽ മേലിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ പോയതൊക്കെ പോയി, ഇനിയും കിട്ടാൻ പറ്റുന്നതൊക്കെ എന്തായാലും അന്വേഷണ സംഘം എന്തൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എടുക്കട്ടെ. പക്ഷെ മേലിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ പോലുള്ളവരെ പൂർണ്ണമായിട്ടും അകറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. ശരി. ശ്രീ TK രാജഗോപാൽ, ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. 10-ാം തീയതി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയ ശേഷം. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തേക്കാണ് വ്യാപരിച്ചിരിക്കുന്നത്. അവിടെയാണ് അയാളുടെ കച്ചവടവും നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കോടീശ്വരൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ കേൾക്കുന്നു. കേരളത്തിന് പുറത്താകണം അത് സംഭവിച്ചിട്ടുണ്ടാകുക. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ കണക്കനുസരിച്ചല്ലോ. അപ്പോൾ ഈ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ, ഇവിടെ BJP ആവശ്യപ്പെടുന്ന പോലെ CBI അന്വേഷണമാണോ ഇതിൽ ഏറ്റവും നന്നാവുക? സ്മൃതി, അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായ 2 പിശകുകൾ വന്നു പോയിട്ടുണ്ട്. ഞാനതൊന്ന് വിശദീകരിക്കാം. സ്മൃതി ആദ്യം ചോദിച്ചതുപോലെ ഈ കേസ്, ഈ വീണ്ടും പീഡക്കേസ് ഉയർന്നു വരാനുള്ള കാരണമെന്ന് പറയുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടാണ്. കാരണം ഈ പീഠം ഇളക്കിക്കൊണ്ട് പോയത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഇത് ഏറ്റവും ആദ്യവും അത്യാവശ്യവുമായിട്ട് അറിയേണ്ട ആളെന്ന് പറയുന്നത് ശബരിമലയിലുള്ള ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറാണ്.
അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇത് കൊണ്ടുപോയത്. രാത്രിയിൽ ഏതോ സമയത്ത് നടയടച്ച ശേഷം ആരൊക്കെയോ ചേർന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തു എന്നുള്ളതാണ്. അതൊരിക്കലും അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ. തന്ത്രിക്ക് അനുജ്ഞ കൊടുക്കാനേ ഉള്ളൂ, അനുവാദം കൊടുക്കാനുള്ള അധികാരം മാത്രമേ തന്ത്രിക്കുള്ളൂ. ഇത് എവിടെ വെച്ച് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തണം അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകരുത്. ഇത്തരം വസ്തുക്കൾ അമൂല്യമായ വസ്തുക്കൾ, ഇത് സ്വർണ്ണവലയല്ല, മുമ്പ് ശില്പി പറഞ്ഞതുപോലെ അമൂല്യമായ വസ്തുക്കളാണ്. ഇതൊന്നും പുറത്തു കൊണ്ടുപോകരുത്. ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ ഇത് നിർമ്മിക്കണം. തന്ത്രി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ഇത് പുറത്തു കൊണ്ടുപോകുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായമാണത്. കാരണം അവരിത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പണ്ട് യുവതീ പ്രവേശന കാലത്ത് നമ്മൾ ഓർക്കുന്നില്ലേ, യുവതീ പ്രവേശന സമയത്ത് തന്ത്രിയുടെ ഒരു അഭിപ്രായത്തിന് എന്തെല്ലാം വില കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം അന്ന് പറഞ്ഞ കൃത്യമായൊരു വാക്കുണ്ടായിരുന്നു, ഏതെങ്കിലും യുവതികൾ ശബരിമല സന്നിധാനത്ത് പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ നടയടയ്ക്കും, നടയടച്ചിട്ട് താക്കോലുമായിട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ എന്ത് വഴി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു? ശരിയാണ്, അദ്ദേഹത്തിന് പൂർണ്ണ അധികാരമാണ്. ശബരിമല തന്ത്രിക്കാരന് പൂർണ്ണ അധികാരം നട എപ്പോൾ തുറക്കണം, നട എപ്പോൾ അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷെ നമ്മൾ രൂക്ഷമായിട്ട് അദ്ദേഹത്തെ വിമർശിച്ചു കളഞ്ഞു. നിങ്ങളാരാ ഇതൊക്കെ ജനാധിപത്യ രാജ്യത്ത് നിങ്ങളാരാ താക്കോലുമായിട്ട് പോകാൻ? പിന്നെ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വരെയുള്ള വലിയ വിമർശനങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്ത്രി പറഞ്ഞതിന് തന്ത്രി പറയ്ക്ക് അനുവാദം കൊടുക്കാനേ പറ്റുകയുള്ളൂ. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് വേണം. ഹൈക്കോടതി 2023 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ, ഒരു സാധനങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകരുത്. ശബരിമല സന്നിധാനത്ത് അത് വീഡിയോ ചിത്രീകരണങ്ങളും വേണം, ചിത്രീകരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്താണ് ഈ മാതിരിയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ കയറി വരുന്നത്. 2019 എടുത്ത് കൊടുക്കുകയാണ്, 2025 എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതാണ്. അതുകൊണ്ട് SIT അന്വേഷണം നമ്മൾ സ്വാഗതം ചെയ്യണം. നമ്മൾ പറഞ്ഞത് നമ്മുടെ സർക്കാരിന് ഏറ്റവും നല്ല വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് അന്വേഷിക്കുന്നത്. അക്കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മുൻഗണന കൊടുക്കണം. ഒരു മാസത്തിനകം, മുമ്പേ അവർ ദേവസ്വം ആസ്ഥാനത്ത് എത്തി എന്നുള്ള വാർത്തകൾ മുമ്പേ സൂചിപ്പിച്ചിരുന്നല്ലോ, അവരത് വളരെ വളരെ വേഗത്തിൽ അത് ചെയ്യും. ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ആരാണ്? മറ്റാർക്കും കൊടുക്കണ്ട. നിങ്ങൾ റിപ്പോർട്ട് ഹൈക്കോടതി കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം. അത് ഈ രഹസ്യമായിരിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ ആരും അറിയരുത്, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലുള്ള ആരും നിങ്ങൾ വിധേയത്വം കാണിക്കരുത്. ഈ റിപ്പോർട്ട് സത്യസന്ധമായിട്ട് എത്രയും വേഗം ഒരു മാസത്തിനകം ഞങ്ങൾക്ക് കൊണ്ടുതരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അന്വേഷണം വരട്ടെ, അവരുടെ റിപ്പോർട്ട് വരട്ടെ, അതുവരെ നമുക്ക് കാക്കാം. പിന്നീട് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മതി ഈ CBI അന്വേഷണവും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നാണ്. ശരി, വളരെ നന്ദി ശ്രീ എച്ച് സലാം, ശ്രീ N ശ്രീകുമാർ, ശ്രീ TK രാജഗോപാൽ, ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്ത ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.